ലാസ്റ്റ് ഫ്രൈഡേ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ? അത് വലിയ പുലിവാലായി. എന്താ? അത് മർഡറാണെന്ന് പറഞ്ഞ് കേസ് പോയിട്ടുണ്ട്. അതിന് നമുക്കെന്താ? നമുക്കൊന്നുമില്ല, പക്ഷെ കോടതി കയറണ്ടേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എക്സാം എല്ലാം എങ്ങനെ എഴുതി? നന്നായിരുന്നു സർ. ഓ, പോസ്റ്റ്മോർട്ടം ഉണ്ടല്ലേ? അതെ. എന്താ? നല്ല സുഖം തോന്നുന്നില്ല. എന്തു പറ്റി? നീ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല. നീ മാറിക്കോ. ഈ കുട്ടി എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഷി വാസ് ക്യാരിയിങ്. ആരെങ്കിലും ചതിച്ചതായിരിക്കും. ചേട്ടൻ ഇവിടെ ഇരിക്കുക. ഞാൻ കാപ്പി എടുക്കട്ടെ? വേണ്ട രാജി. എന്ത് പറ്റി? എന്താ മുഖം നല്ലായിരിക്കുന്നു? ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന. എന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. ഇവിടെ പിലിച്ച് വല്ലതും ഇരിപ്പുണ്ടോ? ഒന്നും കാണില്ല. ഞാൻ മരുന്ന് വല്ലതും വാങ്ങിപ്പിക്കാം. കുഞ്ഞിനേട്ടാ, ഒന്ന് മെഡിക്കൽ സ്റ്റോർ വരെ പോണം. വരൂ, അകത്ത് വന്ന് റിലാക്സ് ചെയ്താൽ മാറും. ഞാനാണ് കീപ് ലെഫ്റ്റ് രഞ്ജൻ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ഉണ്ണി. താങ്ക് യു. യു ആർ സെലക്ടഡ്. ഏറ്റവും കൂടുതൽ മാർക്ക് മിസ്റ്റർ ഉണ്ണിക്കാണ്. രാജന് സെക്കൻഡ് റാങ്ക് ആയിപ്പോയി. മിസ്റ്റർ ഉണ്ണി, ബാംഗ്ലൂരിൽ ഇനി 2 ടെസ്റ്റ് കൂടിയുണ്ട്. ഓക്കെ. ഞാൻ പേഷ്യൻസ് ഉണ്ടോ? ഉവ്വ്. ഓക്കെ, ഗോ ഹെഡ്. ഓക്കെ.
എന്താ മിസ്റ്റർ ഉണ്ണി? സാർ, എനിക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് സിറ്റ് ഡൗൺ. അതായത് ഞാനും ഡോക്ടർ രാജനുമായുള്ള അടുപ്പം സാറിനറിയാലോ. അറിയാം. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, ഒരു സഹോദരനേക്കാൾ കൂടുതൽ അടുപ്പത്തിൽ. രാജന്റെ ജീവിതാഭിലാഷമാണ് ഇങ്ങനെയൊരു ഡിഗ്രി. സെക്കൻഡ് റാങ്ക് രാജനല്ലേ? രാജനും രവീന്ദ്രനും ഈക്വൽ മാർക്സ് തന്നെയാണ്. പക്ഷേ രവീന്ദ്രനെ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അയാളുടെ പിന്നിൽ ധാരാളം ബ്ലാക്ക് മാർക്സ് ഉണ്ട്. പിന്നെ രാജന് പോകണമെങ്കിൽ ഉണ്ണി വിഡ്രോ ചെയ്താലേ നടക്കൂ. ചെയ്യാം സാർ, ഞാൻ വിഡ്രോ ചെയ്യാം. അങ്ങനെ സഹായം ചെയ്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഓക്കെ. താങ്ക് യു സാർ. രാജനെ കണ്ടാൽ ഒന്ന് വരാൻ പറയൂ. ശരി സാർ. സാർ, ഒരു ഉപകാരം കൂടി ചെയ്യണം. എന്താണ്? ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ടാണ് രായന് സെലക്ഷൻ കിട്ടിയതെന്ന് അവൻ അറിയരുത്. അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. ഓ, അങ്ങനെയുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഉണ്ണി ഒന്ന് എഴുതി തന്നേക്ക്. ശരി സാർ, ഞാൻ എഴുതരാം. വരട്ടെ. ശരി. വന്നല്ലോ താലപ്പൊലി. ഇതേ ഉള്ളൂ. ഇപ്പൊ എന്താ ചേച്ചി, എന്റെ ചേട്ടന് റാങ്ക് കിട്ടാൻ ഞാൻ അർച്ചന നടത്തിയപ്പോ എന്നെ കളിയാക്കിയില്ലേ? ദേ ഇരിക്കുന്നു, ആ പാർട്ടി കൂടെ എഴുതിയതാ. ഇതിന് കിട്ടില്ലാന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഒന്ന് കൂടി അവിടുന്ന്. ഇവന്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമല്ല എന്ന് കരുതി ഞാൻ പ്ലാന് മാറിക്കൊടുത്തതല്ലേ? ആ പിന്നെ, അത് നോണ. കിട്ടിയില്ലെങ്കിൽ മുന്തിരി പുളിക്കും. അതിനെന്താ, ഇനി ബാംഗ്ലൂരിൽ 2 ടെസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടുമോ നോക്കാമല്ലോ. അതേട്ടാ, ബാംഗ്ലൂരിലെ ടെസ്റ്റ് ഡിഫിക്കൽട്ട് ആണോ? അവൻ ചുമ്മാ അടിക്കല്ലേ, അത് ലൈറ്റ് ടെസ്റ്റ് ആണ്. മെയിനൊക്കെ എന്നേ കഴിഞ്ഞു. എന്റെ പേരിൽ രാജൻ നടത്തിയ കംപ്ലൈന്റാ എന്റെ MCA സെലക്ഷൻ നഷ്ടപ്പെടുത്തിയത്. ഈ സമയം നോക്കി മനഃപൂർവ്വം അവൻ എന്നെ ചതിച്ചതാ. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാക്കി ഞാൻ അവനോട് പ്രതികാരം ചോദിക്കും. നീ നോക്കിക്കോ.